നാടെമ്പാടും തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണ ബഹളങ്ങൾ നിറയുമ്പോൾ അതൊന്നും ബാധിക്കാത്ത ഒരു പ്രദേശമുണ്ട്. തിരുവനന്തപുരം പൊഴിയൂരിനടുത്ത് കുളത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 5 വാർഡുകളിൽ ഒരു പോസ്റ്ററോ ചുമരെഴുത്തോ പോലുമില്ല. തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ വൈരം ഒരു ജീവൻ എടുത്തതോടെയാണ് ആ നാട്ടുകാർ ഇങ്ങനെയൊരു വലിയ തീരുമാനമെടുത്തത്. തിരുവനന്തപുരത്തെ പൊഴിയൂർ പാലക്കടവ് ജംഗ്ഷനാണത്. ഇവിടെ ഈ ജംഗ്ഷനിൽ ഒന്നിലധികം വാർഡുകൾ, അതായത് കൊല്ലങ്കോട് വാർഡിലെ, അതുപോലെ തൊട്ടടുത്ത് തന്നെ പൊഴിക്കര ബീച്ച് വാർഡ്, പൊയ്പള്ളി വിളാകം വാർഡ്, അങ്ങനെ പരുത്തിയൂർ വാർഡ്, അങ്ങനെ പല വാർഡുകളിലെ സ്ഥാനാർത്ഥികളുടെ, വിവിധ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളുടെ ഫ്ലക്സ് ബോർഡുകൾ ഒരുമിച്ച് വച്ചിരിക്കുന്നു. ഇത് ഈ പ്രദേശത്ത് ഉള്ളതല്ല. ഇതിനപ്പുറത്തേക്ക് ഇവിടെ ഒരു പാലമുണ്ട്, പരുത്തിയൂർ പാലം. പാലത്തിന് അപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണങ്ങൾ നിരോധിച്ചിരിക്കുകയാണ്. ഒരു ദിവസം മാത്രമാണ്, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രചരണത്തിന് ഒരു ദിവസം മാത്രം നൽകും. അതിനപ്പുറത്തേക്ക് ഉള്ള ദിവസങ്ങളിൽ നിശബ്ദ പ്രചരണം, അതായത് വീടുകൾ കയറി ഇറങ്ങിയുള്ള പ്രചരണം, ഈ ഫ്ലക്സ് ബോർഡുകളും അതുപോലെ തന്നെ ചുവരെഴുത്തും പോസ്റ്ററുകളും അനൗൺസ്മെന്റും ഒന്നും ഈ പാലത്തിനപ്പുറത്ത്, നമ്മൾ ഈ കാണുന്ന ഈ പാലത്തിനപ്പുറത്തേക്ക്, പരുത്തിയൂർ പാലത്തിനപ്പുറത്തേക്ക് അനുവദിച്ചിട്ടില്ല. അതിനൊരു കാരണമുണ്ട്, അതിനൊരു കഥയുണ്ട്. ഈ നാടിനുണ്ടായ വലിയൊരു പ്രശ്നങ്ങളുടെ ബാക്കി പത്രമാണ് അങ്ങനെ പ്രചരണങ്ങൾ നിരോധിക്കാനുള്ള, തെരഞ്ഞെടുപ്പ് പ്രചരണം അവിടെ നിരോധിക്കാനുള്ള കാരണം. ഈ തീരപ്രദേശമാണ്. അപ്പൊ തീരപ്രദേശമാകുമ്പോൾ സംഘർഷത്തിന് സാധ്യത കൂടുതലാണ്. ഈ പോസ്റ്റർ, കൊടികെട്ടല്, ഇങ്ങനെയുള്ള ഈ ചുവരെഴുത്ത്, ഇത് വരുമ്പോൾ അതിന്റെ അകത്ത് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെ പ്രശ്നം ഉണ്ടാകിയ രാഷ്ട്രീയമായ രീതിയിൽ തന്നെ പല വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോൾ പള്ളിക്കാർ ഇടപെട്ട് ഇനി ഇവിടെ പോസ്റ്റർ, ചുവരെഴുത്ത്, മറ്റ് പ്രചരണങ്ങളൊന്നും പാടില്ല എന്നുള്ള ഒരു തീരുമാനമെടുത്തു. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും അംഗീകരിച്ചതോടുകൂടിയിട്ട് ഇപ്പം 30 വർഷം കൊണ്ട് ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണം ഇല്ല. പിന്നെ വീടുകളിൽ പോയി വോട്ട് അഭ്യർത്ഥിക്കുക, അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇവിടെ പോകുന്നത്. ഹർത്താലും ഇവിടെ പൂർണ്ണമായിട്ടും ഒരു ഇതില്ല, ഹർത്താലിനോട് യോജിക്കുന്നില്ല. ഈ പാലത്തിന് അപ്പുറത്തേക്കാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നിരോധനമുള്ളത്. കുളത്തൂർ ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട 5 വാർഡുകളിലാണ് പ്രചരണ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പള്ളി കമ്മിറ്റികൾ ചേർന്നാണ് അന്ന് 25 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു അനിഷ്ട സംഭവത്തിന്റെ പേരിൽ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഇനി ഇവിടെ വേണ്ട എന്ന് തീരുമാനമെടുത്തത്. ആ തീരുമാനം അക്ഷരം പ്രതി പാലിക്കുകയാണ് ഈ ഒരു ഏതാണ്ട് 1/4 നൂറ്റാണ്ടിനിപ്പുറവും ഈ നാട്ടിലെ ജനങ്ങൾ. 25 വർഷം മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുണ്ടായ തർക്കങ്ങൾ, സംഘർഷം, അതിലൊരു മരണമുണ്ടാകുന്നു. അതിനുശേഷമാണ് പരുത്തിയൂർ ഇടവകയിൽ നാട്ടുകാർ യോഗം ചേർന്ന് ഇടവകയ്ക്ക് കീഴിലെ പരുത്തിയൂർ, പൊഴിക്കര ബീച്ച്, മുല്ലശ്ശേരി വാർഡുകളിൽ നിയന്ത്രണം കൊണ്ടുവന്നത്, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നിയന്ത്രണം കൊണ്ടുവന്നത്. അതിനുശേഷം 15 വർഷങ്ങൾക്ക് ശേഷം കുറച്ച് ഭാഗത്തോട് തെക്കേ കൊല്ലങ്കോട് ഇടവകയ്ക്ക് കീഴിൽ വരുന്ന കൊല്ലങ്കോട്, പൊയ്പള്ളി വിളാകം വാർഡുകളും ഈ മാതൃക പിന്തുടരുകയാണ്. അങ്ങനെ 5 വാർഡുകളിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നിയന്ത്രണമുണ്ട്, നിരോധനമുണ്ട്. അത് രാഷ്ട്രീയ പാർട്ടികളും അക്ഷരം പ്രതി അനുസരിക്കുകയാണ്. അവർക്കും മറ്റ് തടസ്സങ്ങളോ പരാതികളോ ഒന്നുമില്ല. 2 പള്ളിയും കൂടി ഒരുമിച്ചെടുത്തൊരു തീരുമാനമാണ്. ആ തീരുമാനത്തോട് എല്ലാ രാഷ്ട്രീയക്കാരും, നമ്മുടെ ഇപ്പോഴത്തെ മെമ്പർമാർ പോലും, അവരെല്ലാവരും പൂർണ്ണമായ സഹകരണം നൽകുകയാണ് ചെയ്തത്. അതിന്റെ ഒരു ഫലം നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ യാതൊരുവിധ പ്രചരണമോ ജാഥയോ പോസ്റ്ററുകളോ ഒന്നും തന്നെയില്ല. പക്ഷെ എല്ലാവർക്കും അറിയാം ഇവിടെ ആരൊക്കെയാണ് മത്സരിക്കുന്നത്. പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മത്സരിക്കുന്ന മത്സരാർത്ഥികൾ ഇവിടെയൊക്കെ തന്നെയാണ് താമസിക്കുന്നത്, ഇവിടെയുള്ളവരൊക്കെ തന്നെയാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും അറിയാം. ഓരോ വീട് തോറും കയറി ഇറങ്ങി അഭ്യർത്ഥനയും കൊണ്ട് കൊടുത്ത് വോട്ട് പിടിക്കും. അങ്ങനെ മനസ്സിരിക്കും. അങ്ങനെ മനസ്സിരിക്കും, തീർച്ചയായിട്ടും ഇരിക്കും. മനസ്സിലായി, ജനങ്ങളല്ലേ, ജനങ്ങൾ വിധി എഴുതും, കോൺഗ്രസ് അധികാരത്തിൽ വരും. അപ്പൊ അതുകൊണ്ട് ഈ മറ്റുള്ളിടങ്ങളിലെ പോലെ അപ്പൊ അതിന്റെ ആവശ്യമില്ല. യഥാർത്ഥത്തിൽ ഇങ്ങനെ ആളുകളെ കണ്ടു പറഞ്ഞാൽ മതിയല്ലേ, അല്ലാതെ ഈ ഫ്ലക്സിന്റെ ബാനറിനൊന്നും ആവശ്യമില്ലെന്ന് തോന്നുന്നല്ലേ. അതെ, സാധാരണ പരിസ്ഥിതിനേക്കാളും വീട് തോറും കയറി ഇറങ്ങി അവരെ മനസ്സിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി സർക്കാർ ചെയ്യുന്ന വിമുക്ത ഇതിൽ പറയുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. അതായിരിക്കും ഇവിടെ നമ്മുടെ ഈ തീരദേശത്ത് ഉദ്ദേശിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണം മാത്രമല്ല, ഹർത്താലിന്റെ ഭാഗമായുള്ള സമരങ്ങളും അക്രമങ്ങളും ഒന്നും ഈ പാലത്തിനപ്പുറത്തേക്ക് പോകാൻ നാട്ടുകാർ അനുവദിക്കാറില്ല. അവർ ഒറ്റക്കെട്ടായി അതിനെ ചെറുക്കും. പൊഴിയൂരിൽ നിന്നും ക്യാമറമാൻ സന്തോഷിനൊപ്പം VV അരുൺ, ന്യൂസ് 18.